ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്താൻ പോവാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർവിലേക്കും ഉന്മേഷത്തിലേക്കും നയിക്കാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്നിനെയും കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ 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 അതുമാത്രം ആഗ്രഹിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പലവിധ ഭാരങ്ങൾ, പലവിധ ചോദ്യങ്ങൾ, പലവിധ സംശയങ്ങൾ, പല വിചാരങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അസ്വസ്ഥത. വിഷമിക്കണ്ട, പരിശുദ്ധാത്മാവെല്ലാം ക്രമീകരിക്കും. പരിശുദ്ധാത്മാവ് ക്രമീകരണത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ക്രമീകരിക്കും, ഓർഡർ നൽകും. പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് അതിനെ ക്രമീകരിക്കും. തകർന്നു കിടക്കുന്നതിനെ പരിശുദ്ധാത്മാവ് പുനരുദ്ധരിക്കും. ഏത് ബന്ധമാണോ തകർന്നിരിക്കുന്നത് അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് അടിക്കും. ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, പ്രത്യേകിച്ച് കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളെ മനസ്സിലൊന്ന് കണ്ടേ. ചിലപ്പോൾ ചില ബന്ധ തകർച്ച അതൊരു ക്രമക്കേടാണ്. സഹോദരങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളുടെ പേരിൽ തർക്കം, വഴക്ക്, ചിലപ്പോൾ കുഞ്ഞു സൗന്ദര്യപ്പിണക്കമായിരിക്കും. പിന്നീട് അത് വളർന്ന് മിണ്ടാതെ വലിയ ഭാരപ്പെട്ടിരിക്കുന്നു. ഓർക്കണം, പിശാച് പലതരത്തിൽ നമ്മളെ പിടികൂടും. നിന്റെ വീട്ടിലെ സമാധാനം അവൻ കളയും. യോഹന്നാൻ 10:10 കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. കള്ളൻ അത് പിശാചാണ്. അവൻ വന്ന് നമ്മളെ നശിപ്പിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവുണ്ടാവും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവുണ്ടാവും. നിന്നിലൂടെ വേണം നിൻ്റെ വീട് ക്രമീകരിക്കാൻ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചേച്ചി എൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എൻ്റെ കൂട്ടുകാരികളൊക്കെ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നു, ഞാൻ മാത്രം എന്താ ഇങ്ങനെ? ചോദിച്ചു വന്നപ്പോൾ ഈ സഹോദരി കടന്നു പോകുന്ന ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദുരന്തമാണ്. ഭർത്താവ് ഒരു മദ്യപാനിയാണ്. മകൻ +2 കഴിഞ്ഞ് ചെറുക്കൻ രാത്രി വല്ലപ്പോഴും കയറി വരും. എന്നിട്ട് ഉച്ച വരെ കിടന്നുറങ്ങും. എന്നിട്ട് തോന്നുമ്പോൾ എഴുന്നേറ്റ് പോവും. അപ്പനും മകനും തമ്മിൽ കണ്ടാൽ അടിയാണ്. ഈ അപ്പനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഭാര്യയോട് പറയും, ഭർത്താവ് ഭാര്യയോട് പറയും, നിന്റെ വളർത്തു ദോഷം കൊണ്ടാണ് അവൻ ഇങ്ങനെ ആയിപ്പോയത്. നിന്റെ വളർത്തു ദോഷമാണ്. എൻ്റെ അച്ഛ, വീട്ടിൽ സമാധാനം ഇല്ല. ഞാൻ മാത്രം കരച്ചിലും പിടിച്ചില്ല. എൻ്റെ ഈ പ്രായം നോക്കിക്കുക അച്ഛ, എൻ്റെ ജീവിതം ഇങ്ങനെ കരയാൻ മാത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഒരു ദർശനം കാണിച്ചു തന്നത്, ഈ സ്ത്രീയുടെ തോളത്താണ് ഈ വീടിൻ്റെ അടിത്തറ നിൽക്കുന്നത്. ഈ സ്ത്രീയുടെ തോളത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയും കൂടെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് നിലം പൊത്തും, അത് വീണുപോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്നിലൂടെയാണ് നിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടുന്നത്. കൈകൾ കൂപ്പിക്കേ, കണ്ണടച്ച്. നിൻ്റെ വീട്ടിൽ ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതിസന്ധി, ഒരുപക്ഷെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മറ്റുള്ളവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിന്നിലൂടെ നിൻ്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാവും. നിൻ്റെ പ്രാർത്ഥന ഉയർത്തിയാൽ ആ വെളി നിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലും. അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കും. നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ പാടുന്നുണ്ടല്ലോ, ഞാൻ ഉണർന്നാൽ എൻ്റെ ദേശം ഉണരും. പരിശുദ്ധാത്മാവെ ഉണർത്തണമേ, ഒരു പുതിയ അഭിഷേകം ഈ ദൈവജനത്തിലേക്ക് വിളമ്പണമേ. പ്രിയപ്പെട്ടവരെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. അത്ഭുതകരമായ വിടുതൽ പരിശുദ്ധാത്മാവ് നൽകാൻ പോവുകയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവേ 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 എന്നിങ്ങനെ നാവ് തുറന്ന് ഹൃദയം തുറന്ന് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നിന്നിലൂടെയാണ് നിന്റെ വീടിനെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിന്നെ കർത്താവ് തെരഞ്ഞെടുത്തതാണ്. നിന്റെ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഇടപെടും. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിന്നിലൂടെയാണ് നിന്റെ വീട്ടിൽ അത്ഭുതം. നിന്നിലൂടെയാണ് കാര്യങ്ങൾ ക്രമീകരിക്കാൻ പോകുന്നത്. നിന്നിലൂടെ അത് സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ പരിശുദ്ധാത്മാവിന് നന്നായി അറിയാം. പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവിനെ വിളിക്കണം. അപ്പോഴേ ആ വിഷയത്തിൽ ഒരു ദൈവിക ഇടപെടൽ പെട്ടെന്ന് അനുഭവിക്കാൻ പറ്റൂ. കാരണം ദാഹിക്കുന്നവർക്ക് മാത്രമേ ജീവജലം കിട്ടൂ. ചോദിക്കുന്നവർക്ക് മാത്രമേ കിട്ടൂ. അന്വേഷിക്കുന്നവർക്ക് മാത്രമേ കണ്ടെത്താൻ പറ്റൂ. മുട്ടുന്നവർക്ക് മാത്രമേ തുറന്നു കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ
പരിശുദ്ധാത്മാവിന് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നു പോകും. 2025 ഇന്നേ ദിനം നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ അഭിഷേകം നിനക്ക് വേണം. നീ പല ധ്യാനങ്ങളും ശുശ്രൂഷകളും പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാവും. ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പങ്കെടുത്തു, ഞാൻ ഇത്ര ജപമാല ചെല്ലുന്നുണ്ട്, എൻ്റെ ഭക്താഭ്യാസങ്ങൾ ഇങ്ങനെയുണ്ട്, അത് മതി എന്നും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് നിന്റെ ആത്മീയ വളർച്ചയ്ക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിക്കണം. ഇപ്പോൾ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുന്ന സന്ദേശങ്ങൾ നീ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് പ്രാർത്ഥിക്കണം. നിനക്കെത്ര വയസ്സ് പ്രായമുണ്ടെങ്കിലും നിന്റെ ജീവിത വഴികൾ എന്തു തന്നെയാണെങ്കിലും സാധാരണ ഒരു ദിവസത്തെ പോലെ അല്ല. ഇതൊരു അസാധാരണ ദിവസത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇതൊരു അസാധാരണ ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി പവർ, അസാധാരണമായിട്ടുള്ള കൃപ ആ വ്യക്തിയിൽ നിറയും. സാധാരണപ്പെട്ടതല്ല, അസാധാരണമായൊരു കൃപ നിറയും. അതുകൊണ്ട് ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിൻ്റെ എക്സ്ട്രാ ഓർഡിനറി പവർ. പരിശുദ്ധാത്മാവ് നിന്നെ ജ്വലിപ്പിക്കുകയാണ്. അതുകൊണ്ട് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം, തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ആ വിഷയങ്ങളിൽ ഇടപെടും. പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടും. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് ദേ കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ്, ആ പേരിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ്, ആ നാമം പറയുമ്പോൾ തന്നെ ആ വിഷയത്തിൽ ഒരു ദൈവിക ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് 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 നിന്നിൽ അതിശക്തമായി ഇടപെടട്ടെ. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ്. വിവാഹ ആലോചനയോട് ബന്ധപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബമേ, വിഷമിക്കേണ്ട. പരിശുദ്ധാത്മാവ് ഒരു വഴി തുറക്കും. യെസ്, പരിശുദ്ധാത്മാവ് ഒരു വഴി തുറക്കും. പരിശുദ്ധാത്മാവ് ഒരു വഴി തുറക്കും. നീ വിചാരിക്കാത്ത ചിന്തിക്കാത്തൊരു കാര്യം പരിശുദ്ധാത്മാവ് ആ വിഷയത്തിൽ തുറക്കും. മകളുടെ അഡ്മിഷനെ ഓർത്തുകൊണ്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമേ, വിഷമിക്കേണ്ട. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിച്ച് സഹായിച്ച് ക്രമീകരിക്കും. കാരണം പരിശുദ്ധാത്മാവ് സഹായകനല്ലേ? പരിശുദ്ധാത്മാവ് ക്രമീകരണത്തിൻ്റെ ആത്മാവാണ്. അത് ക്രമീകരിക്കും, നിന്നെ ക്രമീകരിക്കും. പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ക്രമീകരിക്കും. യെസ്, പരിശുദ്ധാത്മാവ് ക്രമീകരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട് കർത്താവ് കാണിച്ചു തരുന്നു. ആ വീട്ടുകാരുടെ പ്രാർത്ഥന അവരുടെ ആ വീട് അല്പം കൂടെ ഒന്ന് മെച്ചപ്പെടുത്തണമെന്നുള്ളൊരാഗ്രഹം. 1-2 മുറി എടുക്കണം. മക്കളൊക്കെ വളർന്നു, മക്കൾക്കൊക്കെ താമസിക്കാനായിട്ട് ഒരു മുറി കാര്യങ്ങളെ ക്രമീകരിക്കണം. ആഗ്രഹമാണ്, സാമ്പത്തികമായിട്ടൊന്നുമില്ല. ദേ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കുമെന്ന്. ഈ ശബ്ദവലയത്തിനുള്ളിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. പ്രത്യേകിച്ച് യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അഭിഷേകം പ്രാപിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ ദേശമുണർന്ന